ഇപ്പൊ ഇവിടെ കേരളത്തിലെല്ലാം ഷാഫിഈ മദ്ഹബുകാരാണ്, തമിഴ്നാട്ടിൽ ഹനഫി മദ്ഹബുകാരാണ്. നിങ്ങൾ നോക്കൂ, ഹനഫി മദ്ഹബിൽപ്പെട്ട അതിൻ്റെ ഹനഫി മദ്ഹബിൻ്റെ ഇമാമായ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരായിരുന്നു അവരെന്നറിയോ? കുല്ലു മൻ തഹ്ത അദീമിസ് സമാഇ ബഅദ അബീ ഹനീഫത ഫഹും ഇയാലുഹു. അബൂ ഹനീഫ ഇമാമിന് ശേഷം ഈ ഭൂമി ലോകത്തുണ്ടായ എല്ലാ ഉലമാക്കളും പണ്ഡിതന്മാരും അബൂ ഹനീഫ ഇമാമിൻ്റെ മക്കളാണ്, അഥവാ അവിടുത്തെ ശിഷ്യന്മാരാണ്. അത്രയും വലിയ പണ്ഡിതൻ. കുതുബും വലിയും എല്ലാമായിരുന്നു. ഇമാമുൽ അഅ്ളം വഫാത്തായ അതേ ദിവസമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അപ്പോ അവർ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് ഉറപ്പല്ലേ? ഷാഫി ഇമാം ജനിച്ചത് അബൂ ഹനീഫ വഫാത്തായ അന്തനാൾ തമ്മിൽ കണ്ടിട്ടില്ല. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ ഉടനെ എന്താ ചെയ്യുന്നത്? ഓളെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് നേരെ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്കാ പോണത്. ഇമാമുൽ അഅ്ലമിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് അവിടെ സിയാറത്ത് ചെയ്യുന്നു. താരീഖ് ദിമിഷ്ക്, താരീഖ് ബഗ്ദാദ് തുടങ്ങിയ കിതാബുകളിൽ കാണാം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്ത് ഞാൻ ഇങ്ങോട്ടിറങ്ങിയാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും തീർന്നുപോയി. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് യാ സയ്യിദസ് സാദാതി ജിഅതുക ഖാസിദ അർജു റിളാക വഅഹ്തമി ബിഹിമാക എന്ന് തുടങ്ങി അല്ലാഹുവിൻ്റെ ഹബീബിനോട് നേരിട്ട് സംസാരിക്കുന്ന, നേരിട്ട് സഹായം അഭ്യർത്ഥിക്കുന്ന കവിതകൾ അൽ ഖസീദത്തുൻ നുഅ്മാനിയ, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖസീദ. അതിലെന്താണ് അവസാനം പറയുന്നത് കേട്ടോ? യാ മാലികി കുൻ ഷാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാ ലിഗ്നാക أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. ലോകപ്രസിദ്ധരായ ഇമാമുൽ അഅ്ലം റളിയല്ലാഹു അൻഹു എത്ര ഔലിയാക്കളാണ് ഹനഫി മദ്ഹബിലുള്ളത് എന്ന് നിങ്ങൾക്കറിയോ? എത്രയോ ലക്ഷക്കണക്കിന് ഔലിയാക്കളുണ്ട് ഹനഫി മദ്ഹബുകാർ. എല്ലാ മദ്ഹബുകാരുണ്ട്, ഷാഫി മദ്ഹബുകാരുണ്ട്, മറ്റ് ഹംബലി മാലിക്കി എല്ലാം ഉണ്ട്. എന്നാൽ അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിൽ എത്രയോ ഔലിയാക്കൾ, വലിയ വലിയ ഔലിയാക്കൾ. അങ്ങനത്തെ ആ ഔലിയാക്കളുടെ കൂടി ഇമാമായ ഇമാമുൽ അഅ്ലം അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നത്, യാ മാലിക്കി, എൻ്റെ ഉടമസ്ഥരായ നബിയേ, എൻ്റെ മാലിക്കായ നബിയേ, കുല്ലി ഷാഫിഈ ഫീ ഫാഖതി, എൻ്റെ ദാരിദ്ര്യ സമയത്ത്, ആഖിറത്തിൽ വരുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് ശഫാഅത്ത് ചെയ്യണം നബിയേ. നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവസാനം പറയുന്നു, അന താമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബീ ഹനീഫത ഫിൽ അനാമി സിവാക. അബൂ ഹനീഫയാവുന്ന എനിക്ക് മനുഷ്യന്മാരെ കൂട്ടത്തിൽ തങ്ങളല്ലാതെ മറ്റാരുമില്ല കേട്ടോ. അതുകൊണ്ട് തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്ത്
എല്ലാം രക്ഷപ്പെടുത്തി തരണമെന്ന് ഏറ്റവും വലിയ ഇമാമായ ഇമാമുൽ അഅ്ളം തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാധുക്കളായ നമ്മുടെ ഹാല് എന്താണ്? അതുകൊണ്ട് ഔലിയാക്കളെ വിളിക്കല്, ഔലിയാക്കളെ തവസ്സുലാക്കല്, ഇതൊക്കെ ശിർക്ക് എന്നൊന്നും പറഞ്ഞ് നടക്കണ്ട, ആ വഴിക്കൊന്നും പോകണ്ട. ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും മഹാന്മാരുടെയും വഴി, ആ വഴിക്ക് മാത്രം എല്ലാവരും ജീവിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.